ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഏറ്റവും അധികം ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ് ഈ ഫോലിയേജ് ആന്തൂറിയംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എൻ്റെ അടുത്തുള്ള ഫോലിയേജ് ആന്തൂറിയംസ് ആണ്. ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ. അതുപോലെ തന്നെ ഫോലിയേജ് ആന്തൂറിയത്തിൻ്റെ സീഡ് എടുത്തിട്ട് അതിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാക്കുന്നതും ഇന്ന് എല്ലാവർക്കും ഒരു ഹോബിയാണ്. അപ്പോൾ ഇത് എൻ്റെ അടുത്തുള്ള സീഡ് എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ ഇതിന് മുൻപേ എൻ്റെ ഒരു സുഹൃത്ത് അനൂപ് വർഗീസ് എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് സീഡുകൾ കളക്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതൊന്ന് ഇന്ന് മാറ്റി, അത് തൈകളായിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് മാറ്റി നടാൻ അതിൻ്റെ കുറച്ച് പോട്ടി മിക്സൊക്കെ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ പോട്ടിങ്ങിനായിട്ട് നമ്മൾ മേജറായിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് മണലെടുത്തിട്ടുണ്ട്, പെർലൈറ്റുണ്ട്, കരിയുണ്ട്, പിന്നെ കുറച്ച് കോക്കോ ചിപ്സും റൈസ് ഹസ്കും. ഇത് ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുള്ള ചാണകപ്പൊടിയും മണ്ണും കുറച്ച് കരിക്കട്ടയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സോയിൽ പ്രിപ്പറേഷനാണ്. ഈ സോയിൽ പ്രിപ്പറേഷൻ ഞാൻ ഈ ആന്തൂറിയം അറോട്ട് പ്ലാന്റ്സിനൊക്കെ വേണ്ടി ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. മണ്ണും ഇത് കൂടി മിക്സ് ചെയ്ത് ചാണകപ്പൊടിയൊക്കെ കൂടി. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഈ ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പെർലൈറ്റും എക്സ്ട്രാ മണലും അതുപോലെ തന്നെ ചോക്കോ ചിപ്സും സ്മോൾ ചിപ്സുകളാണ് കേട്ടോ, പിന്നെ റൈസ് ഹസ്കും എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ആന്തൂറിയം പ്ലാന്റ്സിന് നല്ല വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന തരത്തിലുള്ള ഒരു മിക്സാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതിന് വേണ്ട തരത്തിലുള്ള വളരെ ലൂസായിട്ടുള്ളൊരു സോയിൽ പ്രിപ്പറേഷനാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, കാരണം ഇത് നന്നായിട്ട് മിക്സ് ആവേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൈ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ഒന്ന് പ്രോപ്പറായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു ഗ്ലൗസ് ഉപയോഗിക്കുക. ഗ്ലൗസ് ഉള്ളവർ ഗ്ലൗസ് ഉപയോഗിച്ചില്ല എന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ വളരെ ചെറിയൊരു സെറ്റപ്പിൽ അറേഞ്ച് ചെയ്യുന്നതാണ് കേട്ടോ. കാരണം നമുക്ക് ആകെ ഒരു 5 തൈകളേ ഉള്ളൂ, ഓൾമോസ്റ്റ് 5 തൈകളേ ഉള്ളൂ. അതും വളരെ ചെറുതാണ്. അപ്പോൾ ഒരു ചെറിയൊരു പോട്ടിലേക്കാണ് ഞാനത് മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പതിയെ മാറ്റാം. പിന്നെ ഇത് പാഗ്നം മോസ് എന്ന് പറയുന്നൊരു ഇതാണ് കേട്ടോ. ഇത് നമ്മൾ ആന്തൂറിയത്തിലും ഓർക്കിഡ്സിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ചെടിയുടെ ഗ്രോത്ത് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ തരാം. അപ്പോൾ ഇത് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ സ്മാഗ്നം മോസ് ഞാൻ നേരെ ഡയറക്റ്റായിട്ട് സോയിലിലേക്ക് മിക്സ് ചെയ്യുന്നില്ല, ടോപ്പ് പോർഷനിൽ വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ സീഡ് മുളച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലോസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് ഞാനൊരു കണ്ടെയ്നറിൽ സീഡ് ഇട്ടിട്ട് ഒരു 1 മന്തോളം അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മുളച്ച് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ അതൊരു ചെറിയ പോട്ടുകളിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയ സൈസ് പോട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറിയ സൈസ് പോട്ട് ഇട്ടെടുത്തിട്ട് അതിൻ്റെ ഹോൾസൊക്കെ ഒന്നുകൂടെ ഒന്ന് വലുതാക്കുന്നുണ്ട്. കാരണം വെള്ളം നന്നായിട്ട് വാർന്നു പോകണം, ഇല്ലെങ്കിൽ ചെടി പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് പതിയെ മാറ്റാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പോട്ടുകൾ ഫില്ല് ചെയ്യാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഈ സോയിൽ മിക്സ് നമുക്ക് നിറയ്ക്കാം. സോയിൽ മിക്സ് നിറച്ചതിന് ശേഷം നമുക്ക് ഓരോന്നും ഓരോ തൈകൾ അതിൽ നിന്നെടുത്ത് ഇതിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഫുള്ളായിട്ട് നിറയ്ക്കണം എന്നില്ല, ആവശ്യത്തിന് സോയിൽ ഫില്ല് ചെയ്താൽ മതി. അതിനുശേഷം പിന്നീട് നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ മുകളിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. പിന്നെ മോസും വെക്കണമല്ലോ അതിൻ്റെ മുകളിൽ. അപ്പോൾ ഒരു ഇച്ചിരി സ്പേസ് കൊടുത്തിട്ട് നമ്മൾ നിറയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ തീരെ ചെറിയ തൈകളാണ്, അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സീഡ് മുളപ്പിച്ച് തൈകളുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇതൊരു പരീക്ഷണം പോലെ ചെയ്തതാണ്. അപ്പോൾ ഇത് ഇനി സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഞാനും സ്വന്തമായിട്ട് കുറച്ച് സീഡൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാകും എന്നുള്ളൊരു പരീക്ഷണമാണ് ശരിക്കും ഇത്. അപ്പോൾ നമുക്ക് ഇനി പതിയെ ഓരോ തൈകൾ എടുത്തിട്ട് അതിലേക്ക് വെക്കാം. സീഡ്ലിങ്സാണ്, വളരെ ചെറിയ തൈകളാണ് കേട്ടോ. പിന്നെ ഇത് ഈ കണ്ടെയ്നറിൽ ഭയങ്കരമായിട്ട് വലുതാവാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ ഇത് മാറ്റിയില്ലെങ്കിൽ, എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് മാറ്റിയില്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ അത് നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയുണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഇപ്പോഴേ മാറ്റുന്നത്. കുറച്ചുകൂടിയൊക്കെ വലുതായിട്ട് മാറ്റിയാൽ മതി. പക്ഷേ എൻ്റെ ഈ കണ്ടെയ്നർ വളരെ ചെറുതായിരുന്നു. അപ്പോൾ അതതിൻ്റെ മുകളിൽ ടച്ച് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. കാരണം ഇത് നമ്മൾ സീഡ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഇത് ട്രാൻസ്പെറൻറ്റ് ഒരു ബോക്സാണ്. അത് നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് മുളച്ചതിന് ശേഷം മാത്രമേ നമ്മളത് ഓപ്പൺ ചെയ്യാറുള്ളൂ. അപ്പോൾ അത് കുറച്ചങ്ങ് വളർന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് അതിനുള്ളൊരു സ്പേസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാറ്റി നടേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഹോൾ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മളങ്ങ് വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പതിയെ ഈ 5 തൈകളാണുള്ളത് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് മാറ്റി വെച്ചിട്ട് നമുക്കതിൻ്റെ മുകളിൽ ഇച്ചിരി മോസ് ഇട്ട് കൊടുക്കണം. ഇതായിട്ട് അതൊന്ന് പ്രോപ്പറായിട്ട് ഇരിക്കാനും അതിനൊരു വെറ്റ്നെസ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക്
മോസും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ 2 വെറൈറ്റി ആന്തൂറിയംസ് ആണുള്ളത്. ഒന്ന് എനിക്ക് തോന്നുന്നത് ഒരു ഫൊർഗെറ്റിയാണ്, മറ്റേത് മാഗ്നിഫിക്കത്തിൻ്റെ തന്നെ സ്ക്വയർ പെറ്റിയോൾ എന്ന് പറയുന്നൊരു വേരിയൻ്റ് ഉണ്ട്. ആ 2 വേരിയൻറ്റിൻ്റെ സീഡ്സാണ് ഞാൻ വാങ്ങിയത്. ഓൾമോസ്റ്റ് ഒരു 10 സീഡ്സിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഞാനത് വിട്ടുപോയി എത്ര സീഡ് ഉണ്ടായിരുന്നു. എന്തായാലും ഇത്ര എണ്ണമാണ് നമുക്ക് മുളച്ച് കിട്ടിയത്. ഒരുപക്ഷെ അത് ഞാൻ ചെയ്തതിൻ്റെ കുഴപ്പമായിരിക്കും കേട്ടോ. കാരണം എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ യൂട്യൂബ് വീഡിയോ ഒക്കെ നോക്കിയിട്ടാണ് അന്ന് ചെയ്തത്. മുളയ്ക്കുമെന്ന് പോലും ഉറപ്പുണ്ടായിരുന്നില്ല. പിന്നെ അനൂപ് കുറച്ച് ഡയറക്ഷൻ തന്നായിരുന്നു ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച്. അങ്ങനെ പെട്ടെന്നൊരു ആവേശത്തിന് ചെയ്തതാണ്. അപ്പോൾ അന്നിത് മുളയ്ക്കുമോ എന്ന് എനിക്ക് വലിയ ഉറപ്പില്ലാത്തത് കൊണ്ട് ഞാനിതെങ്ങനെയാണ് സീഡ് ചെയ്തതെന്നുള്ളതിൻ്റെ വീഡിയോ സത്യത്തിൽ ഞാൻ എടുത്ത് വയ്ക്കാൻ വിട്ടുപോയി. കാരണം ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നതിനെക്കുറിച്ച് എനിക്കന്ന് പ്ലാൻ ഉണ്ടായിരുന്നില്ല. കാരണം പൊതുവേ എനിക്ക് വീഡിയോസ് എടുക്കാനും അത് റെക്കോർഡ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ ഒരു വർക്ക് അനുസരിച്ച് എനിക്ക് ഇതിനു വേണ്ടി ഇരിക്കാൻ സമയം കിട്ടാറില്ല. പിന്നെ ഞാനിതെല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ റിസ്ക് ഉണ്ട്. കാരണം നമ്മൾ ഈ ക്യാമറയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് ഇത് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. പിന്നെ ഒരു വിധത്തിലൊക്കെ എടുക്കുന്നതാണ്. കാരണം ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയ സമയം തൊട്ട് എല്ലാവരും ഇങ്ങനെയുള്ള കുറേ വീഡിയോസൊക്കെ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യാനുള്ള സൗകര്യക്കുറവ് കൊണ്ടാണ്. കാര്യം പറഞ്ഞാൽ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ട്രൈപോഡ്സും സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് ഇതൊന്ന് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഇച്ചിരി മടി പിടിച്ച കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ലെങ്തി വീഡിയോസൊക്കെ എടുക്കുക എന്ന് പറയുന്നത് ശ്രമകരമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ സൗകര്യം പോലെയൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. പിന്നെ പൊതുവെ ഇച്ചിരി ഷൈ ആണ് ഇത്തരം കാര്യങ്ങൾ പറയാനും എടുക്കാനും ഒക്കെ. അപ്പോൾ അതിൻ്റെയും ഒരു പ്രശ്നമുണ്ട്. എല്ലാം ഒന്ന് പഠിച്ചു വരേണ്ടതുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ക്യാമറ ആംഗിളും ഇതുമൊക്കെ കറക്റ്റാണോ, നിങ്ങൾക്കിത് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റേതായ രീതിക്കൊരു വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് കണ്ടോ ഈ ചെറിയ മോസ് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഈ മോസ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് ഡിഫറൻസ് ഉണ്ട്. ഞാൻ എൻ്റെ വലിയ ഇവിടെ ഇരിക്കുന്ന ആന്തൂറിയത്തിലും മദർ പ്ലാന്റ്സിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഓൺലൈനിൽ നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിന് ഇത് മേടിക്കാൻ കിട്ടും. ഇതിപ്പോൾ ഞാനൊരു 3rd ടൈം എന്തോ ആണ് ഞാൻ വാങ്ങുന്നത്. ആർക്കെങ്കിലും ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ മോസിൻ്റെ ലിങ്ക് അയച്ചു തരാം. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. വളരെ കുറഞ്ഞ എമൗണ്ടേ വന്നുള്ളൂ. ഇത് ഞാൻ ആദ്യം ഒരു സെല്ലറുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ട് ഇതിപ്പോൾ രണ്ടാമത് വേറൊരു ടീമിൻ്റെ അടുത്തു നിന്നാണ് ഇത് വാങ്ങിച്ചത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് പറഞ്ഞത്. കാരണം നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നും ഇത് ഡയറക്റ്റ് കളക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് ഓൺലൈൻ തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ 5 പ്ലാന്റ് നട്ടിട്ടുണ്ട്. നട്ടതിന് ശേഷം നമ്മളിതൊന്ന് ചെറുതായിട്ട് നനച്ചു കൊടുക്കണം. ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട, കാരണം അത് ചിലപ്പോൾ ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ടാക്കും. അപ്പോൾ അധികം വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് സ്പ്രേ ചെയ്ത് നനയ്ക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചൊക്കെ നല്ലത്. അപ്പോൾ ഒരു സ്പ്രെയർ എടുത്തിട്ട് അത്യാവശ്യം വെള്ളമൊന്ന് നനച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 2 ആഴ്ചത്തേക്കെങ്കിലും കുറഞ്ഞത് ഷെയ്ഡിൽ വെച്ചാൽ മതി. ഇതധികം ലൈറ്റ് ആവശ്യമുള്ള ഒരു പ്ലാന്റ് അല്ല. അധികം ഡയറക്റ്റ് സൺലൈറ്റിൽ ഒരിക്കലും വെക്കരുത്. ലൈറ്റ് വേണം, പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റിൽ ഇരുത്തേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊന്ന് മുളച്ച് വന്ന് ഇത് ഗ്രോത്ത് ആകുന്നത് വരെ നമുക്ക് ഈ കണ്ടെയ്നറിൽ തന്നെ ഇത് സൂക്ഷിക്കാം. അതിനുശേഷം ഇതിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റ് ഇതെങ്ങനെയായിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് ഓക്കെ കിട്ടിയിട്ടുണ്ടോ, എത്ര എണ്ണം സക്സസ്ഫുൾ ആയി എന്നൊക്കെ ഞാൻ പിന്നീട് ഒരു ഷോർട്ടായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ ഞാനിതിപ്പോൾ സ്റ്റാൻഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്യൂച്ചർ അപ്ഡേഷൻസ് ഇതെന്തായി എന്നുള്ളതൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാനൊരു വേറൊരു വീഡിയോ ചെയ്ത് അറിയിക്കുന്നതാണ്. താങ്ക് യു.